ഹായ് ഹലോ എല്ലാവർക്കും ടി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ് അല്ല, ഹെയർ ക്ലിപ്പുകൾ എങ്ങനെ വീട്ടിലിരുന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതൊക്കെ 3 രൂപ വില വരുന്ന ക്ലിപ്പുകളാണ്. ഒരെണ്ണത്തിന് 3 രൂപ, അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇത് നമ്മൾ ഒരു സ്ലൈഡ് അതായത് ഡിസൈനുള്ള ഫ്ലവർ ഉള്ളതോ അതൊക്കെ നമ്മൾ കടയിൽ ചെന്ന് വാങ്ങുമ്പോഴത്തേക്ക് 35ഉം 50 രൂപയാണ് വാങ്ങുന്ന റേറ്റ്. ഞാൻ ഇവിടെ ഒരു സ്ലൈഡ് കൊടുക്കാം. ഞാൻ ആ മുകളിൽ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന സ്ലൈഡ് ഞാൻ ഇവിടെ നന്ദൂസിന് വാങ്ങിച്ചതാണ്. 35 രൂപയാണ് റേറ്റ്. ഇതിൽ ഈ ഒരു സ്ലൈഡ്, അതായത് ഞാൻ ഇപ്പം വാങ്ങിച്ച ഈ ക്ലിപ്പും അതിൻ്റെ പുറത്ത് ഈ നെറ്റ് വെച്ച് തുന്നിയിട്ട് ഒരു ബീഡും കൊടുത്തിരിക്കുന്നതിനാണ് 35 രൂപ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇതൊരു ബിസിനസ്സായിട്ട് എടുത്താൽ നമുക്ക് എന്തുമാത്രം രൂപ സമ്പാദിക്കാൻ പറ്റുമെന്ന്. അതായത് റീറ്റെയിലിനായിട്ട് ഞാൻ എടുത്തപ്പോഴത്തേക്കാണ് ഒരു സ്ലൈഡിന് 3 രൂപ വെച്ച്. അപ്പോൾ നിങ്ങൾ ഹോൾസെയിലായിട്ട് എങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല റേറ്റ് കുറച്ചായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ക്ലിപ്പ് വെച്ച് 2-3 ഡിസൈൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ബീഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ബ്ലൗസിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ബീഡ് ആണ്. അത് വെച്ചിട്ടാണ് ആദ്യത്തെ സ്ലൈഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞാൻ ഇപ്പോൾ ഈ ഗമ്മാണ് ഉപയോഗിക്കുന്നത്, B700. അല്ലാതെ നിങ്ങൾക്ക് ഗൂഗിൾ ഗൺ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇതാണ് എടുത്ത ശേഷം നമ്മളിത് കയ്യിൽ വല്ലതും ക്ലിപ്പ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. എനിക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവസാനം ഞാൻ കയ്യിൽ നമ്മുടെ വിരലിലുണ്ടല്ലോ ഒന്ന് അത് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ബാലൻസ് ഒട്ടിക്കുകയൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഗമ്മ് തുറന്ന ഉടനെ അടയ്ക്കുക, ആവശ്യം കഴിഞ്ഞ ഉടനെ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് എയർ കയറി കട്ടയാകും. ഇതാ കണ്ടോ, ഈ കാണുന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് സ്ലൈഡ് വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടായിട്ടാണ് വെക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് പാടായിരിക്കും, എങ്കിലും ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നന്നായിട്ട് ഇരുന്നോളും. കണ്ടോ, ഈ രീതിക്കാണ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിലും കൂടെ ഗം ആകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ അങ്ങും ഇങ്ങുമൊക്കെ ആയിപ്പോവും. അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയൊന്നും വെച്ചിട്ട് ശരിയാകുന്നില്ല. പിന്നെ ഞാനത് സ്ലൈഡ് എടുത്ത് നമ്മുടെ കയ്യിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചു. കണ്ടോ, ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെച്ച് അതിന് ശേഷം ഗമ്മ് സ്പ്രെഡ് ചെയ്ത് നമ്മൾ സാധാ പോലെ ഒട്ടിച്ച്. അപ്പോഴും കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ, ഇതെല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടേ. ഈ കാണുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്തു, ഒട്ടിച്ചെടുത്തു. കണ്ടോ, ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ജസ്റ്റ് ഇത് അടിയിൽ പിന്നുള്ള ഒരു ടൈപ്പ് സ്റ്റോണാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇറുക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് എനിക്കൊരു അബദ്ധം പറ്റി, ഇറുക്കാതെ ചെയ്ത് ഇത് ഇങ്ങനെ കടകട അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അതിൽ സ്റ്റിക്കായി ഇരിക്കുന്നില്ലായിരുന്നു. ഇതിപ്പോൾ ഒതുക്കിയതിന് ശേഷം, അതായത് നന്നായിട്ട് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചതിന് ശേഷം വെച്ചപ്പോഴത്തേക്കും ഒട്ടിച്ചപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാതെ അതിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കയ്യിലും കൂടെ ഗം ആകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരിതാവും. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ക്ലിപ്പ് തയ്യാറാക്കാൻ സാധിക്കും. അങ്ങനെ അവസാനം നമ്മൾ എന്ത് ചെയ്തു, ക്ലിപ്പ് തയ്യാറായി. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ആ സെൻറ്ററിലായിട്ട് ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റോണും കൂടെ. ഇതുപോലെയാണ് സ്ലൈഡിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. കണ്ടില്ലേ. അടുത്തത് ഈ കാണുന്ന കുഞ്ഞ് സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്, റെഡ് കളറ്. അപ്പോൾ അതിൽ നമ്മൾ ഗം സ്പ്രെഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. കണ്ടോ, ഇതുപോലെ ഗമ്മ സ്പ്രെഡ് ചെയ്ത ശേഷം അതിൽ ഓരോരോ സ്റ്റോണായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നു. അത് തന്നെ ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വയ്ക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഈ ഷേപ്പിലാണ് നമ്മൾ വെച്ചെടുക്കുന്നത്. അടുത്ത മുകളിൽ അതേ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് ബാക്കിയെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത്. കണ്ടോ, അതുപോലെ ജസ്റ്റ് കണ്ടോ, ഇതേ ഷേപ്പിന് അതുപോലെ തന്നെ ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലിപ്പാണ്. കണ്ടോ, ഇതുപോലത്തെ സ്റ്റോണിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ കടയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. 10 ഗ്രാം 30 രൂപയോ അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ്. ഇതൊക്കെ നല്ല റേറ്റാണ്, കാരണം വെയിറ്റ് ഉള്ളതുകൊണ്ട് ഗ്രാം കണക്കിനല്ലേ നമ്മൾ തൂക്കുന്നത്. അപ്പോഴത്തേക്ക് വെയിറ്റ് ഉള്ളതിനൊക്കെ കുറച്ച് കൂടുതൽ റേറ്റ് ആകും. അങ്ങനെ ഇതാണ് രണ്ടാമത്തെ സ്ലൈഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലെ. മൂന്നാമത്തത് നെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ്. ഇതാകണ്ട ഇതുപോലെ നെറ്റിൻ്റെ ക്ലോത്ത് നമുക്ക് ആവശ്യമുള്ള എത്രയാണോ ആ രീതിക്ക് നമുക്ക് എടുക്കാം. അതായത് അതിൻ്റെ വലിപ്പം എത്രയാണോ അതനുസരിച്ച് നമുക്ക് നെറ്റിൻ്റെ ക്ലോത്ത് എടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഈ കാണുന്ന ചെറിയൊരു സൈസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം എന്താ ഈ കാണുന്നത് പോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. കണ്ടോ, മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മറുവശവും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് നടുക്കോട്ട് മടക്കുക. കണ്ടോ, ഈ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, മടക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലത്തെ വശവും അകത്തോട്ട് വരത്തക്ക വണ്ണം, കണ്ടോ, അകത്തോട്ട് വരത്തക്ക വണ്ണം നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും കാണുമ്പോൾ മനസ്സിലാകും. ഇതുപോലെ മടക്കിയതിന് ശേഷം കണ്ടോ, ഇപ്പം എല്ലാം ഒന്നിച്ച്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുരുക്കി സൂചി നമ്മുടെ സാധാ നോർമൽ നീഡിലുണ്ടല്ലോ അതിൽ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കെട്ടിട്ടതിന് ശേഷം കണ്ടോ, ഈ കാണുന്ന രീതിയിൽ തന്നെ ഇതകത്തോട്ട്, അതായത് എല്ലാ ക്ലോത്തും ഒരുപോലെ അതിനുള്ളിലായിരിക്കണം. ശേഷം എന്താ കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ നമ്മൾ ചെറിയ കുഞ്ഞായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബോയാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റേറ്റ് കുറഞ്ഞ നെറ്റിൻ്റെ മെറ്റീരിയലും കിട്ടുന്നതാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിന് വാങ്ങുന്നതോ അതിൻ്റെ മെറ്റീരിയലൊക്കെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ്. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ടൈറ്റാക്കി അതിനെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, സെൻറ്റർ ഭാഗത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നന്നായിട്ട് കെട്ടി കൊടുക്കുക. ഇങ്ങനെയൊക്കെ വെളിയിൽ നിൽക്കുന്ന ഇത് നമ്മൾ കുറച്ചുകൂടെ അകത്തോട്ട് കയറ്റി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത്, കണ്ടോ, അങ്ങനെ വരാൻ പാടില്ല. അഥവാ വന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതെന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചുറ്റിനും ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുക. റൗണ്ട് ചെയ്ത് മാത്രമല്ല കേട്ടോ, കെട്ടും കൂടെ ഇടുക. റൗണ്ട് ചെയ്ത് നല്ല വൃത്തി ചുറ്റി, നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി ഒരു നോട്ടും കൂടെ ഇട്ട് കൊടുക്കുക അവിടെ. ശേഷം നമുക്ക് അത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ഈ നെറ്റിൻ്റെ ക്ലോത്ത് വെച്ച് തന്നെ അതിന് ചുറ്റിനും, അതായത് ആ കെട്ടിയതിന് ചുറ്റിനും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വല്ല ചെയിൻ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റോൺ ചെയിന്, മുത്ത്, നമുക്ക് എന്ത് വേണോ കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ അവിടെ ഒരു 2-3 പിങ്ക് കളർ തന്നെ ബീഡ്സാണ് കൊടുക്കാൻ പോകുന്നത്. ശേഷം ഞാൻ അവിടെ ബീഡ്സ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ശേഷം ചെറിയൊരു നമ്മുടെ ചിത്രശലഭത്തിൻ്റെയൊക്കെ ചെറിയ കൊമ്പുണ്ടല്ലോ, അതുപോലെ ജസ്റ്റ് ഒന്ന് കൊടുത്തു. അത് നമ്മൾ ഈ ഫ്ലവറൊക്കെ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പിയാണ്, ചെറിയ ഗോൾഡൻ കളറിലെ കമ്പിയാണ്. അതിൽ ജസ്റ്റ് ഒന്ന് ഒരു ബീഡ് കോർത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അത് ട്വിസ്റ്റ് ആയിക്കോളും. നമുക്ക് എങ്ങനെ വേണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ കമ്പി ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാ കണ്ടോ, ഇതുപോലെയാണ് ചെയ്ത്. ആ വീഡിയോ എടുക്കാൻ വിട്ട് ഞാൻ എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. കണ്ടോ, ഇതുപോലെ ബീഡ്സ് എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് കമ്പി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതവിടെ നന്നായിട്ട് ഇരുന്നോളും. ഒന്നേ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നല്ല വൃത്തി അമർത്തി വെച്ച് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും
ഇതുപോലെ ചെയ്താണ് എന്താണ് അതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് കാണാം നമുക്ക്. കണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് 4ാമത്തെ സ്ലൈഡാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ലൈറ്റർ ഇല്ലാത്തത് കൊണ്ടാണ് തീപ്പെട്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈഡൊന്ന് സാറ്റിൻ ആയതുകൊണ്ട് അതിൻ്റെ സൈഡൊന്ന് ഉരുക്കി കൊടുത്തില്ലെങ്കിൽ അതിൽ നിന്ന് ത്രെഡ് ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്ര നമുക്ക് വലിപ്പം വേണോ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സാറ്റിൻ റിബൺ എടുക്കാവുന്നതാണ്. കട്ട് ചെയ്ത് കണ്ടോ ഇതുപോലെ. ശേഷം അതിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ലൈറ്ററൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് കുറച്ചുകൂടി ഇതായിരിക്കും. കണ്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. അത് പെട്ടെന്ന് തന്നെ അതവിടെ ഉരുകി ഇരുന്നോളൂ. ആ നൂല് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ 2 സൈഡും എന്ത് ചെയ്യുന്നു, നമ്മളിതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ ചെയ്ത് അങ്ങ് ഇതാക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന്, പണ്ടൊക്കെ നമ്മൾ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ പണ്ടൊക്കെ പാമ്പെന്ന് പറഞ്ഞുകൊണ്ട് ഓല ഇലക്കിലുണ്ടാക്കുമായിരുന്നല്ലോ. അതേ മെത്തേഡ് തന്നെയാണ് ഇത്. കാരണം ഒന്ന് അങ്ങോട്ട് മടക്കുക, ഒന്ന് ഇങ്ങോട്ട് മടക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മടക്കി റിബണിലെടുത്തിട്ട് ആ ഓല ഇലക്കിൽ നമ്മൾ ഇതേമാതിരത്തെ ഫ്ലവർ ബൊക്കകൾ പോലെയൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പം നിങ്ങളിലും പലരും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും മനസ്സിലാകുന്നതുമായ ഇതാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മടക്കി കണ്ടോ, അതിൻ്റെ ലാസ്റ്റ് എൻഡ് വരെയും എത്ര ലെങ്താണ് എടുത്തിട്ടുള്ളത് അത്രയും ലെങ്തിൽ നമ്മളിതുപോലെ തന്നെ ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഫുള്ളായിട്ടും ചെയ്തെടുത്ത ശേഷം ഇതിലേതെങ്കിലും ഇന്നതാണൊന്നുമില്ല, നമുക്കിതിലേതെങ്കിലും ഒരു റിബൺ പിടിച്ച്, അതായത് മുകളിൽ ഇതാ ഈ കാണുന്ന പോലെ ഒരു കൈ കൊണ്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് താഴേക്ക് ഒരു റിബൺ വലിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്ക് ഫ്ലവർ മാതിരി കിട്ടും. കണ്ടോ, ഇതുപോലെ കിട്ടും. ഇതൊന്നുകിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുക, അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉരുക്കുക ബാക്ക് സൈഡ്, അതായത് ത്രെഡ് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് തുന്നിയതിന് ശേഷം കട്ട് ചെയ്ത് ഉരുക്കിയതിന് ശേഷം സ്ലൈഡിൽ ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ. ശേഷം ഈ കാണുന്നത് പോലെ തന്നെ ഗ്രീൻ കളർ സാൻഡൻ റിബൺ എടുക്കുക. അത് കഴിഞ്ഞ് ഈ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒന്ന് ഗം സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ മടക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറു സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്ലിപ്പിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സെൻറ്ററിലായിട്ട് എന്ത് ചെയ്യുന്നു, ഗം സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ചെയ്ത ശേഷം അതെടുത്ത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മറ്റേ വീഡിയോ പോയതുകൊണ്ട് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് അതേ ലെങ്ത് നോക്കുക, അതായത് സ്ലൈഡിൻ്റെ ഭാഗം കാണാതെ ഫുള്ളായിട്ടുള്ള ലെങ്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇതാണ് പിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.